പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി എന്ന് ഈശോ നമ്മളോട് പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക. ഈശോ പറയുന്നത് ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ലെന്നാണ്. വലിയവനാകാൻ ശ്രമിച്ചവരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ, തമ്പുരാൻ്റെ മുമ്പിൽ തോറ്റു മാറി നിൽക്കേണ്ട അവസരമാണ് എന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയവരാകാനായിട്ട് ശ്രമിക്കാതിരിക്കാം, എളിമപ്പെടാൻ, ചെറിയവരായിട്ട് ജീവിക്കാൻ ഈ ദിവ്യകാരുണ്യ ആരാധന നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി. തമ്പുരാന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ളൊരു പരാതിയാണ്. അതായത് എൻ്റെ അപ്പം ഭക്ഷിച്ചവർ എന്തൊക്കെയോ ആവാനായിട്ട് ശ്രമിച്ചു, എന്തൊക്കെയാണെന്ന് കാട്ടിക്കൂട്ടി എന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുക. വലുതാകാനായിട്ട് ശ്രമിച്ചതാണ് നമ്മുടെ തെറ്റ്. ഈശോ പറയുന്നത് ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ലെന്നാണ്. ശ്രമിക്കാൻ മറന്നുപോയ അവസരങ്ങളിലൊക്കെ, ഒരു സോറി പറഞ്ഞാൽ തീരേണ്ട പ്രശ്നങ്ങളുടെ മുമ്പിലൊക്കെ അത് പറയാതെ വലിയവനാണെന്ന ഭാവം നടിച്ച് ജീവിച്ചപ്പോഴൊക്കെ നമ്മൾ കർത്താവിനേക്കാൾ വലുതാവാനായിട്ട് ശ്രമിച്ച, യജമാനനേക്കാൾ വലുതാവാനായിട്ട് ശ്രമിച്ച ഒരു ഭൃത്യൻ്റെ ദുരവസ്ഥയിലേക്ക് വന്നുപോയ മക്കളായിട്ട് നമ്മൾ മാറുക. സൃഷ്ടികർമ്മം ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അംബ്രോസ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ 6 ദിവസത്തെ അല്ലെങ്കിൽ ഓരോ ദിവസവും സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം പറഞ്ഞത് എല്ലാം നന്നായിരിക്കുന്നതാണ്. എവറിത്തിങ് ഈസ് ഗുഡ് എന്നാണ് കർത്താവ് പറയുക. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞ വചനത്തിന് ഒരു ചെറിയ മാറ്റമുണ്ടെന്നാണ് വിശുദ്ധ അംബ്രോസ് നമ്മളെ പഠിപ്പിക്കുക. അദ്ദേഹം പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. വെരി ഗുഡ്. ഇത്രയും നാള് ഗുഡായിരുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് വെരി ഗുഡായി എന്ന് വിശുദ്ധ അംബ്രോസ് നമ്മളോട് പറയുന്നു. അതിന് വ്യാഖ്യാനം എന്നോണം ഈ വിശുദ്ധൻ നമ്മളോട് പറയുക, കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദൈവത്തിന് ക്ഷമിക്കാനുള്ള ഒരു ചാൻസ് ആണെന്ന്. ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ, എളിമപ്പെടാനുള്ള ഒരു ചാൻസാണ്. ആ ഒരു ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കുക, എളിമപ്പെടാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വലിയവരാകാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എളിമയുള്ള മക്കളായിട്ട് ഈ ജീവിതം നയിക്കാം. ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. കാരുണ്യവാനായ ദൈവമേ, അഹങ്കരിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കും. ഈശോയെ, പ്രത്യേകമായി ഈ ദിവസത്തിൽ എളിമപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളിലൂടെ, എളിമപ്പെടാനായിട്ട് ഒരുപാട് വ്യക്തികളിലൂടെ നീ ഞങ്ങളെ നയിച്ചു. കർത്താവെ, എളിമപ്പെടാനുള്ള അവസരങ്ങളിൽ യജമാനനേക്കാൾ വലിയവനാകാനായിട്ട് ശ്രമിച്ച ഭൃത്യനെ പോലെ ഞാൻ തോറ്റുപോയി. കർത്താവെ, ഈശോയെ, ഇനി എളിമപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അത്രയും സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാൻ മറന്നുപോയ അവസരങ്ങളിൽ ഈശോയെ മാപ്പ് ചോദിച്ചുകൊണ്ട് നിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങൾ വേദനിപ്പിച്ച വ്യക്തികളോ, ഞങ്ങൾ മൂലം വേദനിക്കുന്ന വ്യക്തികളോ, ഈശോയെ, എല്ലാവർക്കും നിന്റെ സാന്ത്വനമായിട്ട് ജീവിക്കാം. ക്ഷമയുടെ അടയാളങ്ങളായിട്ട്, എളിമയുടെ അടയാളങ്ങളായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ദൈവമേ, ഈ രാത്രി ഏറ്റവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ആമേൻ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകത
പരിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.